ഇത് നമ്മുടെ അങ്കമാലിക്കാരുടെ സ്പെഷ്യൽ കറിയാണ് കേട്ടോ. അതെന്താണെന്നല്ലേ, നമ്മുടെ മാങ്ങാക്കറി തന്നെ. മാങ്ങാക്കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ചട്ടിയിലേക്ക് നീളത്തിലരിഞ്ഞ ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും പിന്നെ 2 സവാള നീളത്തിലരിഞ്ഞതും, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി തൂവി കൊടുക്കാം. എന്നിട്ടാണ് പരിപാടി. ഇനി ഇതെല്ലാം കൂടെ കൈ ഉപയോഗിച്ച് നന്നായിട്ട് തിരുമ്മി കൊടുക്കണം. നമ്മുടെ മാങ്ങാക്കറിയുടെ ടേസ്റ്റ് തന്നെ ഇരിക്കുന്നത് ഈ ഒരു പ്രോസസ്സിലാണേ. എൻ്റെ സകലമാന ശക്തി ഉപയോഗിച്ച് നന്നായിട്ട് ഞാൻ സവാളേനൊക്കെ തിരുമ്മി എടുക്കുന്നുണ്ട്. ഇനി ഇവനെ നമുക്ക് ഒരു അരമണിക്കൂർ മാറ്റി അങ്ങോട്ട് വെക്കാട്ടോ. അപ്പോഴേക്ക് നമ്മുടെ സവാളയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് നീളത്തിലരിഞ്ഞ മാങ്ങയും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുക്കാട്ടോ. 2ാം പാലും കൂടെ ചേർത്ത് അതിലേക്ക് 2 കഷ്ണം പച്ചമുളകും കൂടെ കീറി ഇട്ട് കൊടുക്കാട്ടോ. ഇനി വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയ ശേഷം അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ചാറൊക്കെ നന്നായിട്ട് തിളച്ച് നമ്മുടെ മാങ്ങാ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോൾ നമുക്ക് 1ാം പാലും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. 1ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് തിള പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് കറിയിലേക്ക് താളിച്ചൊഴിക്കാം. വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കടുക് പൊട്ടിച്ച് കുറച്ച് ഉണക്കമുളകും കറിവേപ്പിലയും കൊച്ചുള്ളി അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് മൂപ്പിച്ച് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി ഇവിടെ റെഡിയാണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബായ്.